റഷ്യയിൽ ജപ്പാൻ തലതാഴ്ത്തി മടങ്ങിയത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ലോകകപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ എന്താണ് തങ്ങളുടെ പ്രശ്നമെന്നാണ് അവർ കൂലങ്കഷമായി ആലോചിച്ചത്. അവർ കണ്ടെത്തിയത് ഗോളടിക്കാനുള്ള സ്ട്രൈക്കറുടെ അഭാവമാണ്. യൂറോപ്യൻ ടീമുകളോട് ഏറ്റുമുട്ടാനുള്ള കരുത്തില്ലായ്മയാണ്. പിന്നീട് ജപ്പാൻ തേടിയത് അതിനുള്ള പരിഹാര ശ്രമങ്ങളായിരുന്നു. യൂറോപ്പിനോട് കിടപിടിക്കുന്ന യുവതാരങ്ങളെ വാർത്തെടുക്കുക. ഇതായിരുന്നു ജപ്പാൻ ആദ്യം ചെയ്തത്. അതേസമയം ജപ്പാനിലെ മറ്റൊരിടത്ത് അതൊരു ജാപ്പനീസ് സീരീസിലേക്ക് വഴിമാറി. തെസുഗി വാറ്റനബ സംവിധാനം ചെയ്ത ബ്ലൂ ലോക്ക് സീരീസ് ലോകമാകെ തരംഗമായി. ബ്ലൂ ലോക്ക് സീരീസ് ഫുട്ബോളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആപ്തവാക്യമായി. ശേഷം ഫുട്ബോളിൽ ജപ്പാന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. റഷ്യൻ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലാണ് ജപ്പാൻ വീണത്. പക്ഷേ ആ ലോകകപ്പ് ജപ്പാന് അത്ര ആശ്വസിക്കാൻ വക നൽകുന്നതുമല്ലായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോന്ന് വീതം ജയവും തോൽവിയും സമനിലയിലുമാണ് ജപ്പാന് കിട്ടിയത്. പ്രീ ക്വാർട്ടറിൽ ബെൽജിയം ഏഷ്യൻ കരുത്തരെ മടക്കി അയച്ചു. സങ്കടത്തോടെ മടങ്ങിയ ജപ്പാന് ദുഃഖിക്കാനുള്ള സമയമല്ലായിരുന്നു അത്. പുനർജീവിക്കാൻ അവർ സമയം കണ്ടെത്തി. മുന്നിൽ ലക്ഷ്യങ്ങളുള്ളപ്പോൾ വീണു പോകാത്തവരാണല്ലോ ജാപ്പനീസുകാർ. ഇക്കിഗായി പിറന്ന മണ്ണ്. ഒടുവിൽ ഖത്തർ ലോകകപ്പിൽ സ്പെയിനെയും ജർമ്മനിയും വരെ തോൽപ്പിച്ച് ജപ്പാൻ കരുത്തുകാട്ടി. ക്രൊയേഷ്യയുടെ പ്രീ ക്വാർട്ടറിൽ പൊരുതി തോറ്റെങ്കിലും സാമുറായ് വീര്യം ഖത്തറിൽ കണ്ടു. ആ യാത്രയുടെ തുടർച്ചയിലാണ് അമേരിക്കയിലേക്ക് അവർ പറന്നെത്തിയത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ 1000ാമത്തെ മത്സരമായിരുന്നു ജപ്പാൻ ടുണീഷ്യ പോരാട്ടം. അതിനൊത്ത പോരാട്ടം തന്നെയായിരുന്നു മെക്സിക്കോയിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കണ്ടതും. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനോട് സമനില പിടിച്ചതിന്റെ ക്ഷീണം ജയിച്ചു തീർക്കാമെന്നായിരുന്നു സാമുറായികളുടെ ലക്ഷ്യം. കളം വിടുമ്പോൾ കണക്കു തീർക്കുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ. എണ്ണം പറഞ്ഞ 4 ഗോളുകൾ ടുണീഷ്യൻ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു. അയസയ്യുവേട 2 വട്ടം ടുണീഷ്യൻ വല ചലിപ്പിച്ചു. ഡെയ്ച്ചി കമാഡയും ജുനയ ഇട്ടോയും ഓരോ വട്ടം നിറയൊഴിച്ച് ജയത്തിൽ പങ്കുപറ്റി. ടുണീഷ്യ ഒരുക്കിയ പ്രതിരോധക്കോട്ട പൊളിച്ചും അവരുടെ മുന്നേറ്റത്തെ തകർത്തു കളഞ്ഞുമാണ് ജപ്പാൻ ആധിപത്യം പുലർത്തിയത്. മത്സരത്തിൽ 5-3-2 എന്ന പ്രതിരോധക്കോട്ട കെട്ടിയായിരുന്നു ടുണീഷ്യ ജപ്പാനെ വിറപ്പിക്കാനിറങ്ങിയത്. എന്നാൽ മെയ് വഴക്കത്തോടെ ഓരോ മുന്നേറ്റങ്ങളും ആസൂത്രണം ചെയ്ത് ടുണീഷ്യക്ക് ഇടം നൽകാതെയായിരുന്നു ജപ്പാന്റെ മുന്നേറ്റം. അതിലവർ വിജയിക്കുകയും ചെയ്തു. 4 വട്ടം ടുണീഷ്യൻ പോസ്റ്റിലേക്ക് അവർ നിറയൊഴിച്ചു. നെതർലാൻഡ്സിനെതിരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ജപ്പാൻ സമനില പിടിച്ചുവാങ്ങിയത്. അവിടെ ടീം വർക്കിന്റെ കരുത്തുണ്ടായിരുന്നു. മധ്യനിരയിൽ കളിമെനഞ്ഞ് മുന്നേറ്റത്തിൽ കൃത്യമായി ബന്ധത്തിക്കുന്ന ജാപ്പനീസ് ഫുട്ബോളിന്റെ വിശാല മാതൃക. ഇവിടെയും ബ്ലൂ ലോക്കിന്റെ കഥ വീണ്ടും ചർച്ചയാവുകയാണ്. ടീം വർക്ക് രൂപപ്പെടുത്തുന്നത് ശക്തമായ ആഗ്രഹം ഉള്ളിൽ ജനിക്കുമ്പോഴാണ്. ആത്മവിശ്വാസം ഉള്ളിൽ കിടന്ന് തിളക്കുമ്പോഴാണ്. അതുതന്നെയാണ് ജാപ്പനീസ് ഫുട്ബോളിൽ കാണുന്നതും. ബ്ലൂ ലോക്കിൽ പരിശീലകൻ ജിൻപാ ഷിയിഗോ പറയുന്ന കാര്യമുണ്ട്. ലോകത്തെ മികച്ച സ്ട്രൈക്കറാകാൻ ടീം വർക്ക് മാത്രം പോരാ, അതേസമയം ശക്തമായ ആഗ്രഹവും ആത്മവിശ്വാസവും വേണമെന്നാണ് കോച്ചിന്റെ ഭാഷ്യം. വിദേശ താരങ്ങളോടും ജപ്പാനിലെ മികച്ച താരങ്ങളോടും നേരിട്ട് ഏറ്റുമുട്ടിയാണ് ബ്ലൂ ലോക്കിൽ രാജ്യത്തിനു വേണ്ടിയുള്ള സ്ട്രൈക്കർമാരെ കണ്ടെത്തുന്നത്. അത് വിജയകരമായിരുന്നു. ബ്ലൂ ലോക്ക് സീരീസ് ഇപ്പോഴിതാ ഫുട്ബോൾ മൈതാനത്തും പ്രാവർത്തികമാക്കുകയാണ് ജപ്പാൻ. ജപ്പാൻ ഓരോ കാര്യത്തിലും വ്യത്യസ്തരാകുന്നത് അനുഭവങ്ങളിലൂടെയും പാഠം പഠിച്ചുമാണ്. അനുഭവങ്ങളെ ഫലവത്താക്കാനുള്ള കരുത്തും അവർക്കുണ്ട്. തോറ്റാലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫീനിക്സ് ചിറകുകളും ജാപ്പനീസുകാരുടെ ജീനിലുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിന്റെ വികിരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും കാലം ഇത്ര പിന്നിട്ടിട്ടും ഇന്നും ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരുണ്ട്. എന്നിട്ടും അവർ തളർന്നിട്ടില്ല. എന്നിട്ടല്ലേ ഫുട്ബോളിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം സൃഷ്ടിച്ചവരാണ്. ലോകത്തെ കോടാനുകോടി മനുഷ്യർക്ക് പാഠമായവരുമാണ്. 1998 ലോകകപ്പിൽ 3 കളിയിലും തോറ്റ് പുറത്തായവരാണ് ജപ്പാൻ. സ്വന്തം നാട്ടിൽ നടന്ന 2002 ലോകകപ്പ് അവർക്ക് സ്പെഷ്യലായിരുന്നു. അന്ന് റഷ്യയും ടുണീഷ്യയും ഏഷ്യക്കാരുടെ കരുത്തറിഞ്ഞു. 2006 ജർമ്മൻ ലോകകപ്പും 2014 ബ്രസീൽ ലോകകപ്പും മറക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അധ്യായമായിരുന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ അവർ പ്രീ ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. ഇന്നേവരെ അവരെത്തിയ ഏറ്റവും വലിയ നേട്ടം പ്രീ ക്വാർട്ടറാണ്. അതിനപ്പുറത്തേക്കുള്ള യാത്ര തന്നെയാണ് ജപ്പാന്റെ ലക്ഷ്യം. ടുണീഷ്യയ്ക്ക് ഇത് 2ാമത്തെ കനത്ത തോൽവിയായി മാറിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ സ്വീഡനോട് തോറ്റതിന്റെ ക്ഷീണം മാറും മുമ്പേ ജപ്പാൻ തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനി നെതർലാൻഡ്സിനോടാണ് പോരാട്ടം. എന്താകുമെന്ന് കണ്ടറിയണം. ഗ്രൂപ്പ് എഫിൽ നിന്ന് ജയിച്ചു കയറുന്ന ടീം കപ്പടിച്ചാൽ ഇക്കുറി അത്ഭുതപ്പെടേണ്ടതില്ല. ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന നെതർലാൻഡ്സും ജപ്പാനും ഒന്നിനൊന്ന് മികച്ചവരാണ്. ഏഷ്യയിലേക്ക് ആദ്യമായൊരു ലോക കിരീടമെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല. സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാനുള്ളതല്ല, യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്.
ബ്ലൂ ലോക്ക് പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇക്കുറി ഏഷ്യൻ മണ്ണിലേക്ക് ലോകകപ്പ് എത്തും. ജപ്പാൻ ആനന്ദ നൃത്തമാടും. അവർ വീണ്ടും പൊരുതും, പോരാടും.